വയനാട് അമരക്കുനിയിലെ കടുവയ്ക്കായി തെരച്ചിൽ ആരംഭിച്ചു. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ. കടുവയെ തെരയുന്നതിനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കി ആനകളെ എത്തിക്കും. വിക്രം, സുരേന്ദ്രൻ എന്നീ കൊമ്പന്മാരെയാണ് എത്തിക്കുക. തെർമൽ ഡ്രോൺ ക്യാമറയും ഉപയോഗിക്കും. ഡോക്ടർ അരുൺ സഖറിയും സംഘവും അമരക്കുനിയിൽ തുടരുകയാണ്. ആദ്യത്തെ കൂട് വെച്ചതും രണ്ടാമത്തെ കൂട് വെച്ച പ്രദേശം പരിശോധിക്കും. മാത്രവുമല്ല, ഈ പറയുന്ന കടുവ തങ്ങാൻ സാധ്യതയുള്ള ചതുപ്പ് സ്ഥലങ്ങൾ നമ്മൾ പരിശോധന വിധേയമാക്കും. അതല്ലാതെ ഈ പറയുന്ന കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളോ ഈ പറയുന്ന ഒളിത്താവളങ്ങളോ ഉണ്ടെങ്കിൽ അതും പരിശോധന വിധേയമാക്കും. നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ക്യാമറ ട്രാപ്പിലും AI ക്യാമറയിലൊന്നും തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും ഇന്ന് നടത്തുന്നുണ്ട്. നമ്മുടെ ഡാറ്റാബേസിൽ ഉള്ള ഒരു കടുവയല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അനിൽക്ക സെയ്ദ് MV ഉണ്ട് വയനാട്ടിൽ നിന്ന്. അനിൽക്ക, വിവിധ സംഘങ്ങളായി ചേർന്നുള്ള തെരച്ചിലാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കടുവ എവിടെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ? ഈ കുങ്കിയാനെ എത്തരത്തിലാണ് കുങ്കിയാനെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ, അതെങ്ങനെയാണ്? അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ വയനാട് അമരക്കുനിയിലെ ഈ കടുവയുടെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് 2 കുങ്കിയാനകളെ നിലവിലൂടെ എത്തിച്ചിട്ടുണ്ട്. ഇത് സുരേന്ദ്രൻ എന്ന കുങ്കിയാനയും അതേപോലെ തന്നെ 2 കുങ്കിയാനകളെയാണ് നിലവിലൂടെ എത്തിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സുരേന്ദ്രൻ എന്ന കുങ്കിയാനെ ഇവിടെ നിലവിലൂടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള പരിശോധനകളെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 9:30 മണിയോട് കൂടി തന്നെ DFOയുടെ നേതൃത്വത്തിൽ, അതായത് വയനാട് DFO ആദിത്യരാമന്റെ നേതൃത്വത്തിലുള്ള 2-അംഗ സംഘം ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന്, അതായത് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണെങ്കിൽ തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലമെന്ന് പറയുന്നത് ചതുപ്പ് നിലങ്ങളാണ്. ഇവിടെ കാപ്പിയും അതേപോലെ തന്നെ കവുങ്ങും അതേപോലെ തന്നെ അങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമായി നടക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ജനവാസ മേഖല കൂടിയാണ്. ഈ മേഖലയിൽ തന്നെ ജനവാസ മേഖല ആയത് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെല്ലാം കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ പോലീസും അതേപോലെ തന്നെ RRT സംഘം ഒക്കെ തന്നെ ഈ പ്രദേശത്തുണ്ട്. ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കോന്നി സുരേന്ദ്രനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്കറിയാം, PT7 തണ്ണീർക്കൊമ്പൻ തുടങ്ങിയ ഏറെ നിർണായകമായിട്ടുള്ള ഈ മിഷനുകളിൽ ഈ കോന്നി സുരേന്ദ്രൻ ഉപയോഗിച്ചിട്ടാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവിടെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. ഇത്തരം ഘട്ടത്തിലൊക്കെ തന്നെ സ്ഥിരീകരിച്ച് പിന്നീട് 2 തവണ, അതായത് ഈ സമീപ പ്രദേശത്തെ 2 ആടുകളെ കടുവ തിന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷമാണ് ജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വനം വകുപ്പ് ഇവിടെ അമരക്കുനിയിൽ ശക്തമായിട്ടുള്ള പരിശോധന കർശനമാക്കിയിട്ടുള്ളത്. ഇന്നലെ അതേപോലെ തന്നെ ഇന്നലെ മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സഖറി ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ന് രാവിലെ 9:30 കൂടിയിട്ട് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ 2 സ്ഥലങ്ങളിൽ, അതായത് ഈ ചതുപ്പ് നിലങ്ങളിൽ ഈ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി. ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്, ഈ കടുവ എന്ന് പറയുന്നത് ഈ അവരുടെ വനംവകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള കടുവയല്ല. ഇത് ബന്ദിപ്പൂർ വനമേഖല ബോർഡർ ക്രോസ് ചെയ്ത് ഈ ഭാഗത്തേക്ക് എത്തിയ കടുവയാണ്. അതോടൊപ്പം തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ച 14 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളിലൊക്കെ തന്നെ ഈ കടുവയ്ക്ക്, അതായത് ചെറിയ ക്ഷതമേറ്റ ഒരു സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ
പിന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 9 കൂടിയിട്ട് തന്നെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ ചതുപ്പ് നിലയങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കടുവയെ മയക്കുവെടി വെക്കുന്ന തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. ആതിര, ശരി, എന്തായാലും ഈ വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിലാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. കുങ്കിയാനകളെ അടക്കം സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. 2 വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിലാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനിൽ കാ സെയ്ദ് വയനാട്ടിൽ നിന്ന്.